Hey guys, welcome back to my YouTube channel Crazy Vibes with Surya. ഞാൻ കുറേ നാളായിട്ട് എൻ്റെ അമ്മയോട് പറയാട്ടോ, അമ്മ അമ്മയൊന്ന് ഒരുക്കി കണ്ടോട്ടെ, ഒരു വീഡിയോ ചെയ്യാൻ വരുമോയെന്ന്. അങ്ങനെ കുറേ നാളത്തെ എൻ്റെ കെഞ്ചൽ കേട്ടിട്ട് അമ്മ ഇന്ന് എന്നോട് വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയ്ക്കൊരു ചെറിയ മേക്ക് ഓവർ. അപ്പം അമ്മമാരെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, അവരുടെ ലൈഫിൽ ഒരു ഇച്ചിരി പൗഡറോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടൊക്കെ തൊട്ട് അതൊക്കെ ആയിരിക്കും അവരുടെ വലിയൊരു മേക്കപ്പ് എന്ന് പറഞ്ഞാൽ അല്ലേ. പക്ഷേ എനിക്ക് അങ്ങനെ നമ്മളെല്ലാം 24 hours മേക്കപ്പ് ചെയ്ത് നടക്കുന്ന ആൾക്കാരല്ല, ഞാനും അങ്ങനെയല്ല. പക്ഷെ എനിക്ക് ചെയ്തു കൊടുക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അമ്മ റെഡിയായി. അങ്ങനെ അമ്മയെ പിടിച്ചിരുത്തിയിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്ത് കൊടുക്കുവാണേ. ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. അമ്മയുടെ സ്കിന്നും എൻ്റെ സ്കിന്നും നല്ല ഓയിലിയാണ് കേട്ടോ. ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്കിൻ ടൈപ്പ് സെയിം ആണ്. പക്ഷെ അമ്മയുടെ സ്കിന്നിന് അങ്ങനെ വലിയ പിമ്പിൾസ് ഒന്നും വന്ന മാർക്സോ ഒന്നുമില്ല. നമ്മളിവിടെ എടുത്തേക്കുന്ന പ്രോഡക്റ്റ്സ് എല്ലാം വന്നിട്ട് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നത് തന്നെയാണ് കേട്ടോ. പിന്നെ അതിൽ കുറച്ചൊക്കെ ഞാൻ റീസ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ എന്തെങ്കിലും നമുക്ക് കുട്ടി കുട്ടി വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാ വീഡിയോസിലും നമ്മൾ മേക്കപ്പ് ഒന്നും ചെയ്തല്ല ഇരിക്കുന്നതെങ്കിലും ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഞാൻ കൂടുതലും ഈയിടെയായിട്ട് ഷോർട്ട് വീഡിയോസ് ഒക്കെ ആയിരുന്നു ഫോക്കസ് ചെയ്യുന്നത്. ഇനി മുതൽ നമ്മൾ അങ്ങനല്ല, ഇനി നമ്മൾ ലൈവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യുക, ഞാൻ തിരിച്ചും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതെനിക്കറിയാം. അപ്പോൾ നമ്മളിതേ കളർ കറക്റ്ററൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ബ്രഷ് വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുവാണേ. അമ്മ ഇങ്ങനെ എന്തോ മറ്റേ നമ്മളൊരു ഓപ്പറേഷനൊക്കെ പിടിച്ചിരുത്തേക്കുന്ന പോലെ ഭയങ്കര ഇതായിട്ട് വന്നിരിക്കും. അമ്മ ഭയങ്കര പേടിച്ചിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മ കൂളായിട്ടിരുന്നു, ഒന്നും പേടിക്കണ്ട, എല്ലാം ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ലൈറ്റ് മേക്കപ്പ് വേണോ അതോ ഹെവി മേക്കപ്പ് വേണോ? ഇപ്പൊ പറഞ്ഞു ലൈറ്റ് മേക്കപ്പ് മതി. അപ്പൊ ചെറുതായിട്ട് ഏകദേശം എന്റെ സ്കിൻ ടോണും അമ്മയുടെ സ്കിൻ ടോണും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പൊ എന്നാലും ചെറുതായിട്ട് ഓക്കെ ആവുന്ന ഒരു ഫൗണ്ടേഷൻ ആണ്. അത് നമുക്ക് കുറച്ച് അപ്ലൈ ചെയ്യാം. ഓൾറെഡി പറഞ്ഞല്ലോ ലൈറ്റ് മേക്കപ്പ് മതിയെന്ന്. എന്താ ഇതൊന്ന് ലൈറ്റ് ആയിട്ട് അമ്മ ഇട്ട് ബ്ലെൻഡ് ചെയ്ത് നമ്മൾ എടുക്കണം, എന്നാലേ അത് ലൈറ്റ് ആയിട്ട് വരത്തുള്ളൂ. അമ്മ എല്ലാം ചിരിപ്പിച്ച് കൊളാക്കും. നമ്മള് ഇട്ടിട്ട് പതിയെ ബ്ലെൻഡ് ചെയ്യുമല്ലേ, അപ്പോഴേ അമ്മ ചിരിക്കാൻ, അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റും. ഈ ഫൗണ്ടേഷൻ അമ്മയ്ക്ക് മാച്ച് ആവുന്നുണ്ട് കേട്ടോ. പിന്നെ അമ്മ ഞാൻ പറഞ്ഞില്ലേ, പോൺസിന്റെ പൗഡർ, ഒരു വട്ടപ്പൊട്ട്, ഇതൊക്കെയാണ് അമ്മയുടെ ഹൈലൈറ്റ് മേക്കപ്പ്. മഴത്തുള്ളി കമ്മല്. ആദ്യം തന്നെ നമ്മൾ കുറച്ച് കളർ കറക്റ്റർ ഇട്ടിട്ട് അമ്മയുടെ ഷെയ്ഡ് ഒന്ന് സെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ എൻ്റെ കയ്യിലിരുന്ന ഫൗണ്ടേഷൻ കുഴപ്പമില്ലാതെ മാച്ചായി. പിന്നെ കുറച്ചൊന്ന് ഓക്സിഡൈസ് ആകുമ്പോൾ അത് റെഡി ആവുമല്ലോ. അമ്മ ഈ പറഞ്ഞ ഫൗണ്ടേഷനോ അതല്ലെങ്കിൽ കൺസീലറോ അതൊന്നും അമ്മയ്ക്ക് അറിയത്ത് പോലും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറഞ്ഞെന്ന് കേട്ടിട്ടുണ്ട്, കാരണം നമുക്ക് അമ്മമാർ തന്നെയാണല്ലോ ഇതെല്ലാം വാങ്ങി തരാറ്. അപ്പോൾ ഞാൻ അമ്മ എൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന സാധനം ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ അമ്മയ്ക്കിത് പേഴ്സണലി യൂസ് ചെയ്തൊന്നും ഇതിന് എന്തുവാന്ന് പോലും അമ്മയ്ക്ക് അറിയില്ല. ഈ സാരിയെ പിന്നെ ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാ കേട്ടോ. ഒരു 400 and something rupees എന്തോ ഉള്ളൂ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ്. ഒരു മെറൂൺ ആൻഡ് ഒരു നേവി ബ്ലൂവിൽ വരുന്നൊരു സാരി. സോ ഫൗണ്ടേഷനൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും കോമ്പാക്ട് പൗഡറൊക്കെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുവാണേ. എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ തന്നെ അമ്മയ്ക്ക് ടെൻഷനായി, ഇതിന് ഓവറായോ കൂടുതലായോ എന്നൊക്കെ. ഞാനെല്ലാം വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ അമ്മയുടെ മുഖത്ത് നന്നായിട്ട് ടാൻ ഉണ്ട്, പക്ഷെ കഴുത്തിനൊക്കെ നല്ല കളറുണ്ട്. അപ്പം ഞാൻ പറയുകയും ചെയ്തു അമ്മ സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കണമെന്ന്.
ഇനി നമുക്കൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. ഒന്ന് കണ്ണ് ക്ലോസ് ചെയ്ത് ആദ്യം തന്നെ സാരിയൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് ഉടുത്തിട്ടാണ് കേട്ടോ ഇരുന്നത്. കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെയും അത്രയും നേരം നിൽക്കണ്ടല്ലോ. അമ്മയ്ക്ക് ഓൾറെഡി ബാക്ക് പെയിൻ ഒക്കെ ഉള്ളതാണ്. പിന്നെ ആകെ അമ്മയ്ക്ക് കിട്ടുന്ന ഒരു സൺഡേ ആണ്. അതിൻ്റെ പകുതിയും എൻ്റെ ഈ ഒരു എന്നാലും ഒരു 2 hours നമ്മൾ പരിപാടിയെല്ലാം തീർത്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ ഹെവി മേക്കപ്പ് ലുക്ക് ഒന്നും അല്ലായിരുന്നല്ലോ. അപ്പോൾ ഞാനൊരു ചെറിയ ബേൺഡ് ഓറഞ്ച് ഷെയ്ഡും കൂടെ വെച്ചിട്ട് ആ സൈഡ് ഒന്ന് കളർ ചെയ്തു. ഈ മേക്കപ്പ് ബ്രഷ് ഒക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചേട്ടോ. ഇത് ഓൾമോസ്റ്റ് ഒരു 8 months കൂടുതലാവുന്നു തോന്നുന്നു എൻ്റെ കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട്. ഓൾമോസ്റ്റ് 1 year ആവുന്നല്ലേ. പക്ഷേ ഇതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് അഫോർഡബിൾ ആയിട്ട് തന്നെ വാങ്ങിയതാ. നമ്മൾ ചെറിയ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാ. പക്ഷെ സംഭവം അടിപൊളിയാണ് കേട്ടോ. അതിനുശേഷം കണ്ണിൻ്റെ താഴെ കുറച്ച് കുഴിവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതും ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാനിതൊക്കെ ഒന്ന് ചിലപ്പോൾ സ്പീഡപ്പ് ആക്കി കാണിക്കുന്ന കേട്ടോ. ഇത്രയും ഹാഷായിട്ടൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെ നമ്മുടെ ഐ മേക്കപ്പ് ഏകദേശം ഇത്രയൊക്കെ ആയിട്ടാണ് ഞാൻ ചെയ്തത്. കാരണം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും, ചെറിയൊരു ബ്ലൂ ആൻഡ് മെറൂൺ ഷെയ്ഡ് വരുത്തിയിട്ടുണ്ട് ആ കണ്ണിൻ്റെ ആ ഒരു ഐലിറ്റ് കംപ്ലീറ്റ് ആയിട്ട്. ഇനി നമുക്ക് ഐബ്രോ ഒക്കെ സെറ്റ് ചെയ്ത് ലിപ് ലൈൻ ഒക്കെ കൊടുക്കണം. ഞാൻ ഒത്തിരി ബ്ലഷോ കോണ്ടോറിങ് ചെയ്യുവോ അല്ലെ ഹൈലൈറ്റ് ചെയ്യുവോ അതൊന്നും ചെയ്യുന്നില്ല. പിന്നെ ലാസ്റ്റ് ഇച്ചിരി ബ്ലഷ് ഇട്ട് കൊടുത്തു. എനിക്ക് തോന്നി കുറച്ച് ബ്ലഷ് ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന്. അങ്ങനെ ഐബ്രോ ഒക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐബ്രോ ചെയ്യാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ മിസ് ക്ലെയറിൻ്റെ ആണെന്ന് തോന്നുന്നു, അതോ മാർസിൻ്റെ ആണോ ഡൗട്ടുണ്ട് ഇപ്പം. എന്തായാലും ഇതിൽ രണ്ടിലേതോ ഒന്ന്, രണ്ടും നല്ലത് തന്നെ കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഈ ഐബ്രോസ് ഒന്നും ഇല്ലാത്തവർക്ക് ഒത്തിരി ആർട്ടിഫിഷ്യലായിട്ട് തോന്നത്തില്ല. എന്നാൽ കുറച്ച് ലൈറ്റായിട്ടൊക്കെ ഒന്ന് ചെറിയ ഒരു ഷെയ്ഡിങ് വരുത്തണമെങ്കിൽ നല്ലതാണ് കേട്ടോ. നമ്മുടെ നോർമൽ ഐബ്രോ പെൻസിലിനെക്കാട്ടിലും നല്ലതാണ്. അപ്പോൾ അതിന് ഷെയ്ഡ് എടുക്കുമ്പം കുറച്ചൊരു ബ്രൗൺ ഷെയ്ഡിലൊക്കെ നിങ്ങൾ സെലക്റ്റീവ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഒരുപാട് ജെറ്റ് ബ്ലാക്ക് ഒന്നും എടുക്കരുത്. അപ്പോൾ കുറച്ച് ഡ്രാമാറ്റിക്കൽ ലുക്ക് തോന്നും. അതിനുശേഷം നമ്മൾ കാജൽ അപ്ലൈ ചെയ്തു. താഴെ മാത്രം ഞാൻ ചെറുതായിട്ടൊന്ന് വാട്ടർ ലൈനിൽ ഒന്ന് എഴുതി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മുകളിൽ നമ്മൾ എന്താ പറയുക കാജൽ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് ബ്രഷിൻ്റെ ഒരു ടിപ്പ് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെയായിരുന്നു ഐ ലുക്ക് നമ്മൾ സെറ്റ് ചെയ്തെടുത്തത്. അമ്മയ്ക്കാണ് ഉറക്കം വരുന്നെന്ന് പറഞ്ഞു കേട്ടോ. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ ഉറങ്ങി വീഴുമോ, കള്ളു കുടിച്ചവരെ പോലൊക്കെ ഇരിക്കുവാണോ എന്ന്. അമ്മയ്ക്ക് ഉറക്കം വന്നിട്ട് വൈകായിരുന്നു. സൺഡേ ഒക്കെ അവർ ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങുന്ന ഒരു ഇതാണല്ലോ. കണ്ടോ ചെറുതായിട്ടൊരു സ്മോക്ക്ഡ് ലുക്ക് നിങ്ങൾക്ക് ഒരൈ കണ്ടപ്പോൾ മനസ്സിലായി കാണും. ഞാൻ എല്ലാം കയ്യിലൊക്കെ അമ്മ ഇങ്ങനെ ചെയ്ത് കാണിക്കും കേട്ടോ. കാജലൊക്കെ ഒത്തിരി ബ്ലാക്ക് അല്ല എന്നുള്ളതെല്ലാം ലിപ്സ്റ്റിക് ആണെങ്കിലും എല്ലാം ഒന്ന് ജസ്റ്റ് കാണിച്ചു. കാരണം അമ്മ യൂസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പം അവരെ സംബന്ധിച്ചത് ആദ്യമായിട്ട് വാരി തൂക്കുവാണല്ലോ, അവർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. അങ്ങനെ ഞാൻ മാർസിൻ്റെ ഒരു ലൈറ്റ് ഒരു പീച്ച് പോലൊരു ഷെയ്ഡ്, വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചൊരു പിങ്കി ഷെയ്ഡ് തോന്നുന്നുണ്ട്, അത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ലിപ് ലൈൻ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഞാൻ ഓപ്റ്റ് ചെയ്തത്. കാരണം അത് കുറച്ച് നേരം കൂടെ ലാസ്റ്റ് ചെയ്യല്ലോ. പിന്നെ കഴുകി കളയാൻ കുറച്ച് പാടാണ്. എന്നാലും നമ്മൾ കുറച്ച് ഫേസ് വാഷൊക്കെ ഇട്ട് കഴുകി കഴിയുമ്പം അത് കുറച്ചൊക്കെ പോകും. ഞാനിവിടെ ലാക്മേയുടെ 2 ഷെയ്ഡാണ് എടുത്തത്. അതിനകത്തുനിന്ന് ഒരു ന്യൂഡും കാണിച്ചു കൊടുത്തു. നമ്മൾ രണ്ടും ട്രൈ ചെയ്തു കേട്ടോ. പിന്നെ ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ഒരു ഷെയ്ഡും കാണിച്ചു. അമ്മയ്ക്ക് ആ ഷെയ്ഡാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ആ ഷെയ്ഡ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തേക്കും ആക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ തന്നെ ഇങ്ങനെ ചെയ്യില്ലേ. അപ്പോൾ ഒരുപാട് അങ്ങ് ഇട്ട് കൊടുത്തില്ല. പക്ഷെ ഇതിൽ കാണുമ്പം എന്താ പറയുക, ഒരു മുറുക്കി തുപ്പി ഒരു എഫക്റ്റ് ഉണ്ടെങ്കിലും പക്ഷെ അങ്ങനല്ല. അതൊക്കെ ചെയ്തു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്മ നോർമലി ഞാൻ പറഞ്ഞില്ലേ പോൺസിന്റെ ഒരു പൗഡർ ഇടും, പിന്നെ ഒരു ചെറിയ വട്ടപ്പൊട്ട്, ഒരു കമ്മൽ, ഇത് മുടിയും കെട്ടും. ഇതാണ് അമ്മയുടെ ഒരുക്കം. അപ്പം ഞാൻ ഈ പ്രാവശ്യം അമ്മയുടെ ഞാൻ തൊടുന്ന ഒരു ചെറിയ സ്മോൾ സൈസിലുള്ളൊരു പൊട്ട് തൊട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അമ്മ കുറച്ചുകൂടെ, ചിലർ പൊട്ട് കുറച്ച് മേളിൽ വെക്കും, ചിലർ കുറച്ചുകൂടെ താഴെ വെക്കും. അമ്മ വെക്കുന്ന ഒരു സൈഡിൽ തന്നെ അമ്മ തന്നെ സെറ്റ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അമ്മ നന്നായിട്ട് വിയർക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഭാഗ്യം എന്ന് പറയട്ടെ, ചെറിയ മഴയൊക്കെ ഉള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മളിരുന്ന് മേക്കപ്പിന് ഇരുത്തിയില്ലെങ്കിൽ അമ്മ എന്നെ ഫയർ ആക്കിയതിന് ഇവിടെ മൊത്തം. അമ്മയ്ക്ക് ഈ ചൂടൊക്കെ സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്നാലും ഫാനൊക്കെ ഇട്ടിരുത്തി ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പിടിച്ചിരുത്തിയേക്കോ ദൈവമേ. പിന്നെ അമ്മയുടെ ഈ ഹെയർ കട്ടും ഞാനാണ് ചെയ്തു കൊടുത്തത് കേട്ടോ. അതിൻ്റെ പിന്നിലെ ആൾ ഞാനാണ്. അമ്മയ്ക്ക് ഹെയർ കട്ട് ചെയ്യുന്നത് അമ്മ ഒരിടയ്ക്ക് എൻ്റെ മൂത്ത ചേച്ചിയുടെ കല്യാണത്തിന് ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതങ്ങ് വളർന്നിട്ട് ഭയങ്കര വാല് പോലെ കിടക്കുന്ന പോലെ തോന്നിയിട്ട് ഞാൻ തന്നെ വീട്ടിലെ കത്രികയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതാണ്.
അമ്മ പക്ഷെ അത് കെട്ടുന്ന രീതി കറക്റ്റ് അല്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം ഇങ്ങനെ അഴിച്ചിട്ട് കൊടുത്തപ്പോൾ അമ്മ പറഞ്ഞാൽ രണ്ടും കുഴപ്പമില്ല, രണ്ടും നമുക്ക് നോക്കാം, രണ്ട് രീതിയിലും സെറ്റ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം നമ്മൾ ഹെയർ സ്ട്രൈറ്റ്നർ ഒക്കെ വെച്ചിട്ട് ഫ്രണ്ട് പോർഷൻ ഹെയർ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രൈറ്റൺ ചെയ്തു. ചെറുതായിട്ട് നമ്മളൊരു ചെറിയ പിടിക്ക് എക്സ്റ്റൻഷനും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാം വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ഹെയർ ലുക്ക് ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ നമുക്ക് കമ്മലും മാലയും ഇടണം. സാരി നമ്മളെ അങ്ങ് 1 പ്ലീറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കുത്തി വെക്കുന്നത് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ആ മുടി അഴിച്ചിടുന്ന ലുക്കിനാണെങ്കിൽ കുറച്ചുകൂടെ സാരി 1 പ്ലീറ്റ് ഇടുന്നത് നല്ലതെന്ന് തോന്നി. അങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ പ്ലാൻ ഒന്ന് മാറ്റി കേട്ടോ. 1 പ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നിട്ടുള്ളൊരു ജ്വല്ലറി തന്നെയാണ് കേട്ടോ ഇത്, ഒന്നും പുതിയതൊന്നും അല്ല. അങ്ങനെ അതെല്ലാം ഇട്ടു. അമ്മ ഏകദേശം മേക്കപ്പ് കംപ്ലീറ്റ് ആയി. ഇനി ഹെയർ സ്റ്റൈലും കൂടെ ഒന്ന് ചെയ്താൽ മതി. അതുകൂടെ കഴിയുമ്പോൾ നമ്മുടെ എന്താ പറയാ അമ്മ ഇവിടെ റെഡിയാവും. ഞാനിങ്ങനെ ചെറുതായിട്ടൊരു കുളിപ്പിന്നൽ പോലെ കെട്ടില്ലേ, അതുപോലെ കെട്ടിയിട്ട് ചെറുതായിട്ട് 2 സൈഡിൽ ഇങ്ങനെ മുടിയൊക്കെ ഇട്ട് കൊടുത്ത് അമ്മയ്ക്ക് അതൊക്കെ ഇട്ടിട്ട് ഭയങ്കര നാണക്കേടാണോ ചമ്മലാണോ എനിക്കറിയാൻ പാടില്ല. അമ്മ അങ്ങനെ ഒന്നും ഇട്ട് നടക്കാറില്ലല്ലോ. ഞാനൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ മുടിയൊക്കെ മുറിച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഉള്ള പ്രായം പിന്നെ കിട്ടത്തില്ലല്ലോ. ഇപ്പം എൻജോയ് ചെയ്യേണ്ട സമയത്ത് എൻജോയ് ചെയ്തല്ല പറ്റൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഹെയർ കട്ടൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അമ്മയ്ക്കും ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാം ചെയ്തു കൊടുത്ത് അമ്മയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. കാരണം അമ്മ ഇങ്ങനൊന്നും ഒരുങ്ങിയിട്ടില്ലല്ലോ. അമ്മ പറഞ്ഞു അമ്മയുടെ കല്യാണ സമയത്ത് പോലും അമ്മ ഇങ്ങനൊന്നും ഒരുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒരു ഫൗണ്ടേഷനൊക്കെ കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ബാക്കി കംപ്ലീറ്റ് വീഡിയോ കണ്ടു നോക്കട്ടോ. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാമേ. അപ്പോഴേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ദിസ് ഇസ് ബൈ ഫ്രം സൂര്യ. ബൈ.